അമേരിക്കയും ഇറാനും തമ്മിൽ പ്രഖ്യാപിച്ച രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കരാറിന് മണിക്കൂറുകൾക്കകം ഗൾഫ് മേഖലയിലെ സുരക്ഷാ സാഹചര്യം വീണ്ടും സംഘർഷഭരിതമായിരിക്കുകയാണ്. ഫാർസ് പ്രവേശയിലെ ലാറിന് മുകളിലൂടെ ഹെർമിസ് 900 ആളില്ലാ വിമാനത്തെ വെടിവെച്ചിട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. ഡ്രോണിന്റെ ഉറവിടം വ്യക്തമായിട്ടില്ലെങ്കിലും ഇത് പ്രദേശത്തെ വർദ്ധിച്ചുവരുന്ന സൈനിക സംഘർഷത്തിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേലി കമ്പനിയായ എൽബിറ്റ് സിസ്റ്റംസ് വികസിപ്പിച്ച ഹെർമിസ് 900 ദീർഘനേരം നിരീക്ഷണത്തിനും രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു ഉയർന്ന ശേഷിയുള്ള ഡ്രോണാണ്. ഇറാനിലെ ഈ സംഭവത്തോടൊപ്പം ഗൾഫ് രാജ്യത്തുടനീളം സമാനമായ സുരക്ഷാ വെല്ലുവിളികൾ റിപ്പോർട്ട് ചെയ്തു. സൗദി അറേബ്യയിൽ 9 ഡ്രോണുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞ് നശിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. ഡ്രോണുകളുടെ ഉറവിടം വ്യക്തമായിട്ടില്ലെങ്കിലും മേഖലയിൽ ഉയർന്ന ജാഗ്രത തുടരുന്നതിന്റെ സൂചനയാണിത്. അതേസമയം UAE-യിൽ മിസൈൽ ഭീഷണിയോട് പ്രതികരിച്ച് വ്യോമ പ്രതിരോധ സംവിധാനം സജീവമായതായി നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു. അമേരിക്കയുടെയും ഇറാന്റെയും നേതൃത്വത്തിൽ വെടിനിർത്തൽ കരാറുകൾ നിലവിൽ വന്നിട്ടും കുവൈറ്റിലും ഖത്തറിലും തുടരുന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സമാധാന ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും തന്ത്രപ്രധാനമായ എണ്ണ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇത്തരം പ്രകോപനങ്ങൾ മേഖലയിലെ സുരക്ഷാ കരാറുകൾ എത്രത്തോളം ദുർബലമാണ് എന്നത് അടിവരയിടുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലല്ലാത്ത പ്രോക്സി ഗ്രൂപ്പാണോ ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന സംശയം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശക്തമാണ്. മേഖലയിലെ പ്രമുഖ സാമ്പത്തിക ശക്തികളായ കുവൈറ്റിനെയും ഖത്തറിനെയും ലക്ഷ്യമിടുന്നത് വഴി ആഗോള ഊർജ്ജ വിപണിയിൽ വീണ്ടും അസ്ഥിരത സൃഷ്ടിക്കാനാണ് അക്രമ സംഘങ്ങൾ ലക്ഷ്യമിടുന്നത്. ഖത്തറിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ അപകടം ഒഴിവാക്കിയെങ്കിലും ഇത്തരം നീക്കങ്ങൾ തുടരുന്നത് വെടിനിർത്തൽ കരാറിന്റെ ആയുസ് കുറയ്ക്കാൻ കാരണമായേക്കാം. വരും ദിവസങ്ങളിൽ ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കുമെന്നതും ഇതിനെതിരെ അമേരിക്കയും ഇറാനും എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും നിർണായകമാണ്. സമാധാനം പുനഃസ്ഥാപിക്കാൻ നയതന്ത്രപരമായ നീക്കങ്ങൾക്കൊപ്പം തന്നെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തമായ കൂട്ടായ്മയും മേഖലയിൽ അനിവാര്യമായിരിക്കുകയാണ്.